ഹായ്, വെൽക്കം ടു ടുഡേയ്സ് കുക്കിംഗ് വീഡിയോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സെലറി കൊണ്ടുള്ള ഒരു തോരനാണ്. സെലറി നമ്മൾ സാധാരണയായിട്ട് സൂപ്പിൽ അല്ലെങ്കിൽ സാലഡിൽ ഒക്കെയാണ് ഇട്ട് കഴിക്കാറ്. ഇവിടെ ഒരു ബഞ്ച് സെലറി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ വെളുത്ത ഭാഗമുള്ള മൂട് നമുക്ക് കട്ട് ചെയ്ത് കളയാം ആദ്യം തന്നെ. എന്നിട്ട് അതെല്ലാം കൂടി സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോന്നും തനതായിട്ട് വൃത്തിയായിട്ട് കഴുകി ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. സെലറിയിൽ അധികവും വെള്ളമാണുള്ളത്, അതുകൊണ്ട് വണ്ണം കുറയ്ക്കാനൊക്കെ ഈ സെലറി ജ്യൂസ് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ കഴുകി കൊണ്ടുവന്ന സെലറിയുടെ ആ വെളുത്ത ഭാഗമുള്ള ഭാഗം ഒന്നും കൂടി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൽ ഒരുപാട് നാരുണ്ട്, അത് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിടിച്ചു വലിച്ച് ചീന്തിക്കളയണം. അങ്ങനെ ഓരോ തണ്ടിൻ്റെയും നാര് നല്ല ക്ഷമയോടുകൂടി തന്നെ ഇരുന്ന് ചീന്തി കളഞ്ഞിട്ട് വേണം നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട്. പക്ഷെ തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ധാരാളം ഫൈബർ ഉണ്ട്, അതുപോലെ തന്നെ വെള്ളം അടങ്ങിയിട്ടുണ്ട്, ആൻറ്റി ഓക്സിഡൻറ്റും ഉണ്ട് സെലറിയിൽ. അങ്ങനെ എല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ ഇലഭാഗം നമുക്കിതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് തോരൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അത് വേറെ എടുത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ചൂടായ ഒരു പാത്രത്തിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും ചുവന്ന മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് അതിൽ കിടന്നൊന്നാവട്ടെ. അപ്പോഴേക്കും കുറച്ച് കറിവേപ്പില അതിലേക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിക്കോട്ടെ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സെലറി ചേർക്കുകയാണ്. സെലറിയിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സെലറിയിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ കിടന്ന് ആവിയായിട്ട് വെന്തോളും. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റെങ്കിലും വേവിക്കേണ്ടി വരും. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ അത് കിടന്ന് വേവട്ടെ. ഈ സമയം കൊണ്ട് ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ, 5-6 പച്ചമുളക്, ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞത്, ഇതെല്ലാം കൂടി ചെറുതായിട്ട് തരിതരിപ്പായിട്ട് അരച്ചു കൊണ്ടുവന്ന് വയ്ക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടി തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ ആവിയൊക്കെ വന്ന് നമ്മുടെ സെലറി ഒരു വിധം വെന്ത് റെഡിയായിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് ഇതൊന്നും ഇങ്ങനെ എടുത്ത് ഞെക്കി നോക്കി അത് നന്നായിട്ട് ഞെങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് തവി വെച്ചിട്ടും ഇതേപോലെ പാത്രത്തിൽ വെച്ച് അമർത്തിയാൽ അത് നന്നായിട്ട് ഞെങ്ങി രണ്ടായിട്ട് മുറിഞ്ഞൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് വെന്തു എന്നാണ് അതിൻ്റെ ലക്ഷണം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ തേങ്ങ അരച്ച് വെച്ചത്, തേങ്ങയും ഉള്ളിയും പച്ചമുളകും കൂടി അരച്ച് വെച്ചത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം തേങ്ങയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ സെലറി തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേറെ വെള്ളമൊന്നുമില്ല, വേറെ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയേക്കണത്. ഇനി ഇപ്പോൾ വേണമെങ്കിൽ ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് ഇനി വേണമെങ്കിൽ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സെലറി തോരൻ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കുക. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.